നമ്മളിന്ന് നോക്കുന്നത് മലയാള സാഹിത്യത്തിലെ പ്രശസ്ത കവയത്രി സുഗതകുമാരി എഴുതിയിട്ടുള്ള കാലിഫോർണിയ കാടുകളിൽ എന്ന് പറഞ്ഞ കവിതയാണ്. കവിത ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പേരറിയാത്ത മരങ്ങളെ. പേരറിയാത്ത മരങ്ങളെ എന്ന മരങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. പേരറിയാത്ത മരങ്ങളെ നിങ്ങളെൻ ചാരേ ചുഴന്നു തിരക്കി നിന്നിടവേ, ആരിതെന്നെന്നെ കുനിഞ്ഞു നോക്കിയിടവേ, ദൂരത്ത് നിന്നെത്തിയോൾ. കവി പറയാണ്, പേരറിയാത്ത മരങ്ങളെ, എനിക്ക് നിങ്ങളുടെ പേരൊന്നും അറിയില്ല, പേരറിയാത്ത മരങ്ങളെ നിങ്ങളെൻ ചാരേ ചുഴന്നു തിരക്കി നിന്നിടവേ. നിങ്ങൾ എൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ തിക്കി നിക്കി നിന്നുകൊണ്ട് ആരാണ് ഇത്ര ദൂരത്ത് നിന്ന് വരുന്നത് എന്നിങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ്. അതാണ് തിരക്കി നിന്നിടവേ, ആരിതെന്നെന്നെ കുനിഞ്ഞു നോക്കിയിടവേ, ദൂരത്ത് നിന്നെത്തിയോൾ. നിങ്ങളിങ്ങനെ ആരാണ് വന്നിട്ടുള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ കുനിഞ്ഞു നോക്കുകയാണ്. കവയത്രി സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ അങ്ങ് ദൂരത്ത് നിന്നെത്തിയിട്ടുള്ളവളാണ്, യാത്രികയാണ്. കാട്ടുകിളികളെ പോലെ നിങ്ങളെ കീർത്തിച്ചു പാട്ടുപാടിക്കൊണ്ടലയുവോളാണിവൾ. അതായത് കാട്ടുകിളികളെ പോലെ നിങ്ങളെ പ്രകീർത്തിച്ച് നിങ്ങളെക്കുറിച്ചുള്ള പാട്ടുകൾ പാടിക്കൊണ്ടലയുന്ന ആളാണ് ഞാൻ എന്ന് പറയുന്നത്. ഇത്രയും പോരെ പരിചയിപ്പിക്കൽ? കവി ചോദിക്കുന്നുണ്ട്, ഇത്രയും പോരെ, എന്നെ ഇത്രയും പരിചയപ്പെട്ടാൽ പോരെ നിങ്ങൾക്കെന്ന് ചോദിക്കുകയാണ്. ഈ അത്യന്ത സുന്ദരമാം വനഭൂമിയിൽ നിങ്ങൾ തൻ കാൽക്കൽ കിടന്നുറങ്ങിയിടുവാൻ വന്നു പരിചയമില്ലാത്ത സന്ധ്യയിൽ, തീരെ പരിചയമില്ലാത്ത നിങ്ങൾ തൻ പേര് ചോദിക്കെ പറയുന്നു കൂട്ടുകാർ. ഇവിടെ എന്താ പറയുന്നത്? ഈ അത്യന്ത സുന്ദരമാം വനഭൂമിയിൽ, ഇത്രയും മനോഹരമായിട്ടുള്ള ഇത്രയും സുന്ദരമായിട്ടുള്ള ഈ വനഭൂമിയിൽ നിങ്ങൾ തൻ കാൽക്കൽ കിടന്നുറങ്ങിയിടുവാൻ. നിങ്ങൾ ആരാണ്? മരങ്ങളാണ്, വലിയ വലിയ മരങ്ങളാണ്. ഇത്തരത്തിലുള്ള വലിയ വലിയ മരങ്ങൾക്ക് കാൽച്ചുവെട്ടിൽ കിടന്നുറങ്ങിയിടുവാൻ വേണ്ടിയിട്ട് വന്നു പരിചയമില്ലാത്ത സന്ധ്യയിൽ, അങ്ങനെ ഉറങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, അതും ഈ സന്ധ്യ നേരത്ത്. അതോ തീരെ പരിചയമില്ലാത്ത നിങ്ങൾ തൻ പേരു ചോദിക്കെ പറയുന്നു കൂട്ടുകാർ. എനിക്കൊട്ടും പരിചയമില്ലാത്ത നിങ്ങളുടെ പേരുകളൊക്കെ ചോദിക്കുന്ന സമയത്ത് കൂട്ടുകാർ പറയുകയാണ്, പ്ലോപ്ലാർ മരമിതാണോക്കിതെന്നും കാണുക മേപ്പിളും സൈപ്രസുമാണിവ എന്നതും. കൂട്ടുകാർ പറയാണ്, ഇതെന്താണ്? ഇത് പ്ലോപ്ലാർ മരമാണ്. ഇത് ഓക്കാണ്. മറ്റേതോ അത് ആപ്പിളാണ്. ഇത് സൈപ്രസ് ആണ്. പലതരത്തിലുള്ള വിദേശത്തുള്ള പല മരങ്ങളുടെ പേരുകളാണ് ഇവിടെ പരാമർശിക്കുന്നത്. അത്തരത്തിലുള്ള മരങ്ങളാണ് ഇവയെന്നും കേഴുന്നവല്ലോ ഇതെന്നും പറയവേ ഞാൻ എനിക്കിഷ്ടമാം പേര് വിളിക്കയാം. ഇത്തരത്തിലുള്ള കവയത്രിക്ക് അത്ര പരിചയമില്ലാത്ത പേരുകളാണ് പറയുന്നതുണ്ട് എങ്കിലും കവയത്രി പറയുകയാണ്, ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പേരുകൾ ആയിക്കോട്ടെ, പക്ഷേ എനിക്കിഷ്ടമാം പേര് വിളിക്കാം. എന്താണ്? ആലെന്നും മാഞ്ഞിലയെന്നും ഇതേഴിലം പാലയെന്നും പൂത്തിലഞ്ഞിയെന്നും നാട്ടുമാവാണിതെന്നും പറയുന്നു ഞാൻ. എനിക്കിഷ്ടമുള്ള പേരുകളാണ് നിങ്ങളെ വിളിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ആൽമരം, ആല്, ആഞ്ഞിലി, ഏഴിലംപാല, പൂത്തിലഞ്ഞി, നാട്ടുമാവ്, ഇത്തരത്തിലുള്ള പേരുകളാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ ലാവട്ടെ എന്നു കുലുങ്ങിച്ചിരിക്കവേ, എന്നേ പരിചിതർ നമ്മളെന്നോതവേ, പിന്നെയും പിന്നെയും കൈ നീട്ടി നിൽക്കവേ കുഞ്ഞിക്കിളികളെയൊക്കെ വിളിച്ചിട്ട്. എന്താണ്? ഞാൻ ഇങ്ങനെയുള്ള പേരുകളാണ് നിങ്ങളെ വിളിക്കുക എന്ന് പറയുമ്പം ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളും തലയാട്ടി കുലുങ്ങിച്ചിരിക്കുകയാണ്. ആ സമയത്തൊക്കെ നമ്മൾ എന്നോ പരിചയപ്പെട്ട ആളുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെയും പിന്നെയും കൈ നീട്ടി നിൽക്കവേ കുഞ്ഞിക്കിളികളെയൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ തൻ മക്കളിതെന്നു കാട്ടിയിടവേ. അതുമാത്രമല്ല, പിന്നെയും നിങ്ങൾ കൈ നീട്ടി കുഞ്ഞിക്കിളികളെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ മക്കളാണ് എന്ന് പരിചയപ്പെടുത്തി തന്നു. കാട്ടിയിടവേ അന്തിയായാലും കലപില നിർത്തുകില്ലെന്തു ബഹളമീതെന്നു ശാസിക്കവേ. എന്താണ്? അന്തിയായി, സന്ധ്യ നേരമായി, എന്നിട്ടും ഈ കലപില ശബ്ദങ്ങളൊന്നും ഈ കുഞ്ഞുകിളികൾ നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശാസിക്കുകയാണ്. പാട്ടും പാടും കാട്ടുചോലയോട് ഇങ്ങോട്ട് നോക്കൂ. എന്താണ്? കുഞ്ഞിക്കിളികളെ ശാസിക്കുന്നുണ്ട്. അതുപോലെ ശാസിക്കവേ പാട്ടുപാടും കാട്ടുചോലയോട് ഇങ്ങോട്ട് നോക്കൂ, വിരുന്നുകാരുണ്ടെന്ന് ചൊല്ലവേ. അരികിലൂടെ ഒഴുകിപ്പോകുന്ന കാട്ടുചോലയോട് പറയാണ്, അതേ, നിങ്ങളൊന്ന് ഇങ്ങോട്ട് നോക്കൂ, ഇവിടെ വിരുന്നുകാരുണ്ട്, നമുക്ക് കുറച്ച് അതിഥികളുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ചൊല്ലവേ കൊച്ചു കാറ്റും മഞ്ഞപ്പൂക്കളും പൂന്തണൽ മെത്തയും തന്നെന്നെ സൽക്കരിച്ചിടവേ. മരങ്ങൾ അതിഥിയുണ്ട് എന്ന് കാട്ടുചോലയോട് പറയുന്ന സമയത്ത് എന്താണ്? കൊച്ചു കാറ്റും മഞ്ഞപ്പൂക്കളും
പൂന്തണൽ മെത്തയും തന്നെന്നെ സൽക്കരിച്ചിടവേ. കുഞ്ഞ് കാറ്റ് വന്ന് വീശുന്നുണ്ട്. മഞ്ഞപ്പൂക്കളൊക്കെ താഴേക്ക് വീണിട്ട് അവിടെ ഒരു മനോഹരമായിട്ടുള്ള മെത്ത എനിക്ക് വേണ്ടി ഒരുക്കിയിട്ട് അവരെന്നെ സൽക്കരിക്കുകയാണ്. കട്ട വിരിപ്പിട്ട പോലുള്ളിൽ ഇലകൾ തൻ മെത്തമേൽ ചാഞ്ഞു കിടപ്പു ഞാൻ. അപ്പം ആ മഞ്ഞപ്പൂക്കളുടെ മെത്തയ്ക്ക് ഉള്ളിലേക്ക് കട്ട വിരിപ്പിട്ടതുപോലെ, അതായത് കട്ടിയുള്ള ഒരു വിരിപ്പിട്ടതുപോലെ തന്നെ ഇലകൾ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള അതൊക്കെയുള്ള ഇലകളുള്ള അതിനുമേൽ മഞ്ഞപ്പൂക്കളുള്ള ആ മെത്തയ്ക്ക് മുകളിലേക്ക് ഞാൻ ചാഞ്ഞു കിടക്കുകയാണ്. കൂട്ടുകാർ ചുറ്റുമിരുന്നു പാടുന്നു, ദൂരത്തൊരു കൊച്ചമ്പിളിക്കല നോക്കി നിന്നിടവേ. അപ്പം കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചു പാട്ടുപാടുകയാണ്. അതേ സമയത്ത് അങ്ങ് ദൂരത്തൊരു കൊച്ചമ്പിളിക്കല നോക്കി നിന്നിടവേ. കൊച്ചമ്പിളിക്കല എന്താണ്? ചന്ദ്രക്കല. അങ്ങ് ദൂരത്ത് നിന്നൊരു ചന്ദ്രക്കല ഇങ്ങനെ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൻ മുളം കൂട്ടം വെടിഞ്ഞൊരു പുഞ്ചിരിയോടെ എൻ്റെ ഒപ്പമേ പോന്നിവൾ. ഞാൻ അങ്ങ് ദൂരത്തുള്ള എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ മുളങ്കൂട്ടത്തിനുള്ളിലൂടെ ഒളിഞ്ഞു നോക്കുന്ന ആ ചന്ദ്രക്കല പുഞ്ചിരിയോടൊപ്പം എൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് കാണുന്ന അതേ ചന്ദ്രനെയാണ് ഞാൻ ഇങ്ങ് എത്രയോ ദൂരത്ത് നിന്ന് നോക്കി കാണുന്നത്. ഞാൻ അറിയാത്ത മരങ്ങളെ നിങ്ങളും ഞാനും അറിഞ്ഞലിഞ്ഞൊന്നായി ചമയവേ. അതായത് ഞാൻ അറിയാത്ത മരങ്ങളെ, എനിക്ക് നിങ്ങളെ അറിയില്ല, പക്ഷേ നിങ്ങളും ഞാനും ഒന്നായി മാറി നമ്മൾ ഒന്നായിട്ട് ചമയവേ. ഏറെ പരുത്ത പവിത്രമാം നിങ്ങൾ തൻ പാദത്തിൽ എൻ തല ചേർത്തു കിടന്നു ഞാൻ. അപ്പം എന്താണ്? അത്രയും പവിത്രമായിട്ടുള്ള നിങ്ങളുടെ പാദത്തിൽ, അതായത് മരത്തിൻ്റെ വേരുകളിൽ എൻ്റെ തല ചേർത്തുകൊണ്ട് ഞാൻ കിടക്കുകയാണ്. രാത്രി ഈ ഭൂമി തൻ മറ്റേ പകുതിയിൽ രാത്രി വരുന്നതും കണ്ടുകിടന്നു ഞാൻ. ഇങ്ങ് ഭൂമിയുടെ ഒരു വശത്ത് കിടന്നിട്ട് രാത്രിയാവുന്ന സമയത്ത് മറുപകുതിയിൽ നേരം വെളുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മറ്റേ പകുതിയിൽ രാത്രി വരുന്നതും നോക്കിയിട്ട് കിടക്കുകയാണ് ഞാൻ. എത്രയുദാരം ഈ സൽക്കാലം, അതായത് പ്രകൃതി എനിക്ക് തന്നിട്ടുള്ള ഈ സൽക്കാലം എത്ര ഉദാരമാണ്. ഈ രാവും ഈ തെളിവാനവും നിങ്ങൾ തൻ മർമ്മര വർത്തമാനങ്ങളും. ഈ രാത്രി, ഈ തെളിഞ്ഞ വാനം, നിങ്ങളുടെ മർമ്മര വർത്തമാനങ്ങൾ. പൂങ്കാറ്റും ഈ കരി പച്ചമണവും ഇടയ്ക്കിടെ രാക്കിളി ഒച്ചയും പൂഞ്ചോല തൻ്റെ പരാതിയും. അപ്പം എന്താണ്? ഇടയ്ക്ക് വരുന്ന കാറ്റുണ്ട്, പച്ചമണങ്ങളുണ്ട്, ഇടയ്ക്കിടെ രാക്കിളി ഒച്ചയും, രാക്കിളിയുടെ ശബ്ദമുണ്ട്. അങ്ങനെ വരുന്ന ഒച്ചയും പൂഞ്ചോല തൻ്റെ പരാതിയും, അരികിലൂടെ ഒഴുകുന്ന പൂഞ്ചോലയുടെ പരാതിയും. മുറ്റത്തു മിന്നാമിനുങ്ങു കൊളുത്തിയ കൊച്ചു വിളക്കിൻ വിറയലും. മുറ്റത്ത് കവയത്രി കിടക്കുന്നതിനരികിലായിട്ട് മിന്നാമിനുങ്ങുകൾ കൊളുത്തി വെച്ചിട്ടുള്ള ചെറിയ വിളക്കിനുള്ള വിറയൽ. വിളക്ക് എന്താണ്? മിന്നാമിനുങ്ങുകളാണ്. മിന്നാമിനുങ്ങുകൾ ആവുന്ന വിളക്ക് ഉണ്ടാവുന്ന വിറയലും. ഞാൻ എൻ്റെ ഏറെ പഴയ തറവാട്ടിൻ എന്നുടെ മാതൃഗേഹത്തിൻ തിരിച്ചെത്തിയെന്ന പോൽ. ഈ അനുഭൂതികളൊക്കെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഏറെ പഴയ ഒരു തറവാട്ടിൽ, എൻ്റെ മാതൃഗേഹത്തിൽ, എൻ്റെ അമ്മ വീട്ടിലേക്ക് അവിടേക്ക് തിരിച്ചെത്തിയ ഒരു സന്തോഷമാണ് തനിക്കുണ്ടാവുന്നത് എന്ന് കവയത്രി പറയുകയാണ്. അതായത് കവയത്രി എത്തി നിൽക്കുന്നത് ദൂരെയുള്ള ഏതോ ഒരു കാട്ടിലാണ്. പക്ഷേ അവിടെയാണെങ്കിൽ പോലും കവയത്രി ജനിച്ചു വളർന്നിട്ടുള്ള അതേ സാഹചര്യങ്ങളൊക്കെ അനുഭവപ്പെടുകയാണ്. ഏതൊക്കെയോ മരങ്ങളാണ്, കവയത്രിക്ക് പേര് പോലും അറിയാത്ത മരങ്ങളാണെങ്കിലും അവയൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കവയത്രിയോട്, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അവിടെയൊക്കെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, മറിച്ച് പ്രകൃതിയും മരങ്ങളും എല്ലാം ഒന്നാണ് എന്ന ഒരു ചിന്തയിലേക്ക് ഇവിടെ കവയത്രി എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്.